വിശ്വാസികൾ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങളിലാണ്. ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണി ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഷ്ടമി രോഹിണി മഹോത്സവമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേക പൂജകളൊക്കെ നടക്കുന്നു, പ്രത്യേക പ്രസാദ ഊട്ടുണ്ട്, വലിയ തിരക്കാണ്. രാവിലെ മുതൽ തന്നെ കുഞ്ഞികൃഷ്ണന്മാരെയൊക്കെ നമുക്ക് അവിടെ കാണാം. കൃഷ്ണവേഷത്തിൽ ദർശനത്തിനെത്തിയ ആളുകളുണ്ട്. ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ഇന്ന് എല്ലാ ജില്ലകളിലും ശോഭായാത്ര വൈകിട്ട് 3:30 തുടങ്ങും. ഉണ്ണിക്കണ്ണന്മാരും കുഞ്ഞു ഗോപികമാരും ഒക്കെ ഇന്ന് വീഥികൾ കീഴടക്കുന്നതായിരിക്കും നമ്മൾ കാണുക. നല്ല സുന്ദരിമാരായ എല്ലാവരും എത്തി കണ്ണനെ തൊഴുത് മടങ്ങുന്നതൊക്കെയാണ് ഗുരുവായൂരിലെ കാഴ്ചകൾ. അർജുൻ മട്ടന്നൂർ തത്സമയം ചേരുന്നു നമുക്കൊപ്പം. അർജുൻ മട്ടന്നൂർ, ഇന്ന് എവിടെ തിരിഞ്ഞു നോക്കിയാലും ഗുരുവായൂരിൽ ശ്രീകോവിലിൽ മാത്രമല്ല ചുറ്റുപാടും കണ്ണന്മാരെ കാണാൻ കഴിയുന്നില്ലേ? തീർച്ചയായും സുജയ, എവിടെ തിരിഞ്ഞു നോക്കിയാലും ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ ഉണ്ണിക്കണ്ണന്മാരെ കൊണ്ട് നിറയുകയാണ്. കൂടുതൽ ഉണ്ണിക്കണ്ണന്മാർ പല ഭാഗങ്ങളിൽ നിന്ന് സംസ്ഥാനത്തിന്റെ അകത്തും പുറത്തു നിന്നും ഒക്കെ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ ക്ഷേത്ര പരിസരമാകെ ഉണ്ണിക്കണ്ണന്മാരെ കൊണ്ട് നിറയുകയാണ്. ഇനിയിപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഉറിയടിയും മറ്റുമുണ്ട്, ഘോഷയാത്രകളുണ്ട്. അത്തരത്തിൽ കൂടുതൽ വർണ്ണാഭമാകുന്ന ഒരു ആഘോഷത്തിലേക്ക് ഗുരുവായൂരും കടക്കുകയാണ്. വലിയ ഭക്തജന തിരക്കാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ അവധി ദിനമാണ്, പൊതു അവധി ദിനമാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ മുതൽ തന്നെ വലിയ തിരക്കുണ്ടായിരുന്നു. ഇന്നലെ രാത്രി മുതൽ ക്യൂ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. നമുക്ക് കാണാം, ദൃശ്യങ്ങൾ കാണാം. ഇതാ ഒരു കൂട്ടം ഉണ്ണിക്കണ്ണന്മാർ ഒന്നിച്ച് പോവുകയാണ്. മോനെ, എന്താ പേര്? ആയുഷ്. എവിടെന്നാ വീട്? എവിടെയാ വരുന്നേ? ഭയങ്കര നാണത്തോടെ അവൻ ഓടിയിരിക്കുകയാണ്. പേരെന്താ? ഇത്തരത്തിൽ ഇതാ നിറയെ ഉണ്ണിക്കണ്ണന്മാരെ നമുക്ക് കാണാം. ചെറിയ കുഞ്ഞുങ്ങൾ, അതോടൊപ്പം വലിയ ഉണ്ണിക്കണ്ണന്മാരും ഒക്കെ ഉണ്ട്. ഇത്തരത്തിൽ നിറയെ ഉണ്ണിക്കണ്ണന്മാരെ കൊണ്ട് നിറയുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് വിപുലമായ ഒരുക്കങ്ങളാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ളത്. ഏതാണ്ട് 40,000-ഓളം പേർക്ക് ഇവിടെ ഈ ഗുരുവായൂരപ്പന്റെ പിറന്നാൾ സദ്യ കഴിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 138 കല്യാണങ്ങളാണ് ഇന്ന് ഒരു ദിവസം മാത്രമുള്ള നടക്കുന്നത്. രാവിലെ 4 മണി മുതൽ തന്നെ ഗുരുവായൂരിലേക്ക് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾ അഷ്ടമി രോഹിണി ദിവസമാണ്. അതാണ് ഇപ്പോൾ ഗുരുവായൂരിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റു വിശേഷങ്ങളും പ്രേക്ഷകരെ കാത്തിരിക്കുന്നുണ്ട്.